CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. CPM പോളിറ്റ് ബ്യൂറോ ശുപാർശ അംഗീകരിച്ചു. EMS-ന് ശേഷം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളിയാണ് MA ബേബി, അതും കത്തോലിക്കനായ കൊല്ലം ജില്ലക്കാരൻ. ഇന്നലെ രാത്രിയിൽ ചേർന്ന PB യോഗത്തിൽ ധാരണയായെങ്കിലും ഇന്നത്തെ പാർട്ടി കോൺഗ്രസിലാണ് ഔദ്യോഗികമായി അംഗീകാരം നൽകി പ്രഖ്യാപിച്ചത്. MA ബേബിക്ക് പുറമെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള PB അംഗം അശോക് ദാവ്ലെയുടെയും ആന്ധ്രയിൽ നിന്നുള്ള രാഘവലിന്റെയും പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടക്കം മുതൽ കേട്ടിരുന്നത്. താൻ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഇല്ലെന്ന സൂചന രാഘവലു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വോട്ടെടുപ്പ് ഉണ്ടായില്ല. ബംഗാൾ ഘടകം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ലെന്നാണ് വിവരം. കേരളവും ബംഗാളും കഴിഞ്ഞാൽ കൂടുതൽ അംഗങ്ങളുള്ള തമിഴ്നാട് ഘടകവും MA ബേബിക്ക് അനുകൂലമായിരുന്നു. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ നിന്നുള്ള അംഗം ജനറൽ സെക്രട്ടറി ആകുന്നതിൽ ഭൂരിപക്ഷം മുതിർന്ന അംഗങ്ങളും അനുകൂല നിലപാടാണ് പ്രകടിപ്പിച്ചിരുന്നത്. പാർട്ടിയുടെ കെട്ടുറപ്പ് കരുത്തുറ്റതാക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന് ഈ പദവി നൽകുന്നത് ഗുണകരമാവുമെന്നും നേതൃത്വം വിലയിരുത്തി. സീനിയോറിറ്റിയും പ്രായവും കേന്ദ്ര ഘടകത്തിലെ അനുഭവങ്ങളും MA ബേബിക്ക് മുതൽക്കൂട്ടായി. കേരളത്തിലെ അംഗങ്ങൾക്ക് പുറമെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ MA ബേബിക്കായിരുന്നു. മാത്രമല്ല PBയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളുമാണ് ബേബി. എന്നാൽ സമീപകാലത്ത് കർഷക സമരത്തിനും മറ്റും ശക്തമായി നേതൃത്വം നൽകിയ ദാവ്ലെ ജനറൽ സെക്രട്ടറി ആവുന്നത് പാർട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന നിലപാടിലാണ് ബംഗാൾ ഘടകം കൈക്കൊണ്ടത്. പാർട്ടിക്ക് ശക്തമായ അടിത്തറയും തുടർഭരണവുമുള്ള കേരളത്തിൽ നിന്നുള്ള അംഗം ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയാൽ അത് സംഘടനയുടെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന വാദഗതിയും ശക്തമായി. ഇതാണ് ബേബിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായത്. വളരെ കാലം മുൻപ് തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബേബി 2012 കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിലൂടെയാണ് പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത്. പാർട്ടി സെൻട്രൽ സെക്രട്ടേറിയറ്റിലും അംഗമായിട്ടുണ്ട്. 2008 കോയമ്പത്തൂരിൽ നടന്ന 19ാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ PBയിൽ എടുക്കേണ്ടതായിരുന്നു. സ്വാഭാവികമായും ബേബി അന്ന് PBയിൽ എത്തുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം VS അച്യുതാനന്ദൻ കോടിയേരിയുടെ പേര് നിർദ്ദേശിച്ചതോടെ ഔദ്യോഗിക പക്ഷത്തിന് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയും മാർഗമുണ്ടായിരുന്നുള്ളൂ. അന്ന് അത് തള്ളിപ്പോയെങ്കിലും ഇന്ന് പാർട്ടിയെ നയിക്കാൻ യോഗമുണ്ടായി MA ബേബിക്ക്.